പബ്ബിൽ വെച്ച് നമ്മുടെ പ്രോബ്ലത്തെ കുറിച്ച് ടെൻഷൻ അടിച്ച് ഞാൻ വിഷമിച്ച് പുറത്തു പോയപ്പോ എന്നെ പറ്റി നീ ചിന്തിക്കാതെ ആ പെണ്ണ് എന്തോ പ്രോബ്ലത്തിൽ പെട്ടിരിക്കുവാന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കേണ്ട തിരക്കിൽ നീ പോയി കളഞ്ഞു. അത് രണ്ടാമത്തെ കാര്യം. എന്നെ മനസ്സിൽ വിചാരിച്ച് ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞ ആ സാരി അത് ശരണ്യക്ക് ഉടുക്കാൻ കൊടുത്തിട്ട് അവൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്ന് പറഞ്ഞ് അതൊടുത്ത് അവള് മാലാഖി പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് ട്രെൻഡ് ആക്കി അവൾക്ക് ഇല്ലാത്ത ഹൈപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ആക്ച്വലി ഈ ഡ്രസ് നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഉണ്ട്. യു ലുക്ക് ലൈക്ക് ആൻ ഏഞ്ചൽ, യു നോ. അങ്ങനെയൊന്നുമല്ല സമീറ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇനിയും പറഞ്ഞു കഴിഞ്ഞില്ല. രാജ്കോട്ടി സിൽക്സിന്റെ സിൽവർ ജൂബിലി ഫംഗ്ഷന് ഹോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിന് ആ ശരണ്യയുടെ കൂടെ നടന്ന് ചിരിച്ച് സന്തോഷം നീ അവളുടെ കൂടെ നിന്ന് ഹോസ്റ്റ് ചെയ്തില്ലേ? എന്റെ പൊന്നെ, എന്തു പറ്റീന്നേ? മറ്റുള്ളവരൊക്കെ ഇവിടെ എന്തിനു വന്നിരിക്കുന്നതാ? നിങ്ങൾ എന്നെ കാണാനാണോ? എന്നെ എല്ലാവരും നോക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ തന്നെ നോക്കുമെന്നുള്ള കാര്യമാ. ഇപ്പോഴാണെങ്കിൽ നേരിട്ട് അവളെ പെണ്ണ് കാണാൻ പോയിരിക്കുന്നു. നടന്നതെല്ലാം ചിന്തിച്ചു നോക്കുമ്പോ ശരിക്കും കള്ളത്തരം കാണിക്കുന്നത് നീയല്ലേന്നാ എനിക്ക് തോന്നുന്നത്. ഇതാ എന്റെ വകയായി മോൾക്കൊരു ചെറിയ സമ്മാനം. ചേച്ചി, കോഫി. കോഫി അല്ലടി, വിഷം ഉണ്ടെങ്കിൽ കൊണ്ടുവാ, ഞാൻ കുടിക്കാം. എന്താ ചേച്ചി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ പറയുന്നെന്നോ? എന്നെ ആകാശത്തോളം ഉയരത്തിൽ കൊണ്ട് ഇരുത്താന്നും വലിയ കൊട്ടാരത്തിലെ രാജ്ഞി പോലെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കൂടെ നിന്ന് എന്നെ ഒരു കുഴിയിലേക്കല്ലേ നീ തള്ളിയിട്ടെ? എന്റെ ജീവിതം നശിപ്പിച്ചത് നീ ഒറ്റൊരുത്തിയാ. ഞാൻ എന്താ ചേച്ചി ചെയ്തേ? നീ ഒന്നും പറയണ്ട. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് എവിടെ നിന്നില്ലാത്ത ദേഷ്യം വന്നോണ്ടിരിക്കാം. നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. പോ, പോ. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? പോ.
എന്ത് തെറ്റിയിട്ടാ ഇവളെങ്ങനെ തള്ളിയിടുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്തെന്ന് നീ എന്നോടല്ല അവളോട് ചോദിക്കുക, അവള് പറയും. അതെ അതെ, ഞാൻ കള്ളം തന്നെയാ. എന്റെ അമ്മയുടെ അടുത്ത് എന്റെ പ്രണയ വിഷയം പറയാൻ കഴിയാതെ, എന്റെ അച്ഛന്റെ വാക്കുകളെ എതിർക്കാൻ കഴിയാതെ, സത്യത്തെ മറച്ചുകൊണ്ട് ഒരു കള്ളനെ പോലെ തന്നെ ഞാൻ അവരുടെ മുന്നിൽ കഴിയുന്നേ. ഞാൻ നിന്റെ വീട്ടിലെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടു, ശരണിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടു, ഫംഗ്ഷനിൽ അവളുടെ കൂടെ നിൽക്കുന്ന കണ്ടു എന്നൊക്കെയല്ലേ നീ പറയുന്നേ? എന്നാ വർഷക്കണക്കായിട്ട് ഞാൻ നിന്നെ തന്നെയല്ലേ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് വേണ്ടി തന്നെയല്ലേ ഇത്രയും സ്ട്രഗിൾ ഞാൻ ഫേസ് ചെയ്യുന്നത്? നമ്മുടെ ആ പ്രണയം ജയിക്കാൻ വേണ്ടി തന്നെയല്ലേ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. എന്റെ ചേച്ചിയുടെ മോളുടെ ഫംഗ്ഷനിലും പബ്ബിലും ആ കടയുടെ ആനിവേഴ്സറിയിലും അതിലൊക്കെ നീ കണ്ടതൊട്ടും സത്യമല്ല. അതൊക്കെ വെറും നിന്നെ തോന്നലായിരുന്നു. ഞാൻ പറയുന്നൊന്ന് കേൾക്കോ നീ? സത്യമായിട്ട് ഞാൻ ശരണ്യെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ നിന്റെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? നിനക്ക് ഇത്ര പ്രാധാന്യം തരേണ്ട കാര്യം എന്താ? ഒരു കുറ്റവാളിയെ പോലെ നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യം എന്താ? കാരണം എന്താണെന്നറിയൂ, ഇവിടെ ഉള്ളത് നീ മാത്രമായതുകൊണ്ടാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിനക്ക് ചോദിക്കാം. കാരണമുണ്ട് അതിനൊക്കെ. ഒരു തവണ എന്റെ രോഹിത് ചേട്ടനെ കൊണ്ട് എന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിൽ വേദനയുണ്ടായി. എന്റെ ഫ്യൂച്ചർ കണ്ടാണ് അവരുടെ എല്ലാം മനസ്സിനകത്തുള്ള വിഷമത്തിന് കുറച്ചൊക്കെ ശമനം കിട്ടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ നമ്മുടെ ഈ കാര്യം നേരിട്ട് അവരോട് എനിക്ക് പറയാൻ കഴിയാതിരുന്നത്. നിനക്കും മറുപടി തരാൻ എനിക്ക് കഴിയുന്നില്ല. അവിടെയാണെങ്കിൽ അമ്മ, ഇവിടെ നീ, രണ്ടുപേരുടെ ഇടയിൽ എന്താ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ. എത്ര സിമ്പിളായിട്ടാ നീ എന്നെ കള്ളൻ എന്നൊക്കെ വിളിച്ചത്. ഞാനൊരു ചീറ്ററാണെന്ന് വരെ നീയൊക്കെ പറഞ്ഞില്ലേ? ശരിക്കും ഞാനൊരു ചീറ്ററാണെങ്കിൽ പോലും നന്നായിരുന്നു. ആർക്ക് എന്ത് നഷ്ടപ്പെട്ട എനിക്കെന്താ? ആരൊക്കെ ബുദ്ധിമുട്ടിയ എനിക്കെന്താ? എന്റെ സന്തോഷം നോക്കി എനിക്ക് ഇവിടെ ഇരിക്കായിരുന്നു. ദർശൻ, അത് എന്തിനാ? ഒരു കള്ളനോട് നിനക്ക് എന്താ പറയാനല്ലേ? എന്തായാലും നീ ഒരു തീരുമാനത്തിൽ എത്തിയതല്ലേ? ഇപ്പൊ തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തോ. നമ്മുടെ സ്നേഹത്തെ ഇവിടെ അവസാനിപ്പിച്ചിട്ട് എങ്ങോട്ടേലും ദൂരെ പോ. സോ സോറി. അവിടെ നിന്റെ അമ്മയെ, അതുപോലെ നിന്റെ ഫാമിലിയെ വിഷമിപ്പിക്കാതെ നമ്മുടെ പ്രണയത്തെ സക്സസ് ആക്കാൻ വേണ്ടി നീ എത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കിപ്പോ നന്നായി മനസ്സിലായി ദർശൻ. ഞാൻ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ നേരിട്ട് കണ്ട കുറെ ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ട് എന്തൊക്കെയോ മോശമായിട്ട് വിചാരിച്ചു. വൺസ് അഗൈൻ ഐ എം റിയലി സോറി. നീ എന്നെ ഉപേക്ഷിച്ച് പോവില്ലല്ലോ അല്ലേ? ഐ ലവ് യു. നീ ഇല്ലാതെ ഞാനില്ല സമീറ. ഇപ്പൊ നമുക്കിടയിലുള്ള ഒരേ ഒരു പ്രശ്നം, അത് നിന്റെ അമ്മയെ അല്ല, ആ ശരണ്യാണ്. ആ
കരടിനെ എങ്ങനെയെങ്കിലും നീക്കം ചെയ്യാനായി നമുക്ക് ആലോചിച്ചേ പറ്റൂ ദർശൻ. ചേച്ചി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. അത് നിന്റെ കാര്യത്തിൽ ഒരിക്കലും ചെയ്യില്ല. എനിക്ക് നിന്റെ സന്തോഷം ചേച്ചി വലുത്. നിർത്ത്. ഇതുപോലൊക്കെ പറഞ്ഞിട്ടാ നീ എന്നെ ഇങ്ങനെ പറ്റിച്ചത്. ചേച്ചി, ഇല്ല അനന്യെ, അവള് നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല. ആനന്ദഭൈരവി നിങ്ങളുടെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാനാണ് തെറ്റിദ്ധരിച്ചത് നിന്നെ കാണാനായിരിക്കുമെന്ന്. ആ വിഷയം എനിക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ശരണ്യെ അവരുടെ മരുമകളാക്കണമെന്ന് അവര് തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? പറ്റും പറ്റും എനിക്ക് ആ ആനന്ദഭൈരവിയുടെ വീട്ടിലെ മരുമകളാകണമെന്നോ അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പറയേ. അത് നീ എപ്പോഴും വലിയ വീട്ടിലെ മരുമകളാവണമെന്ന് സ്വപ്നം കണ്ടോണ്ടിരിക്കായിരുന്നില്ലേ? എന്നുവെച്ച് ഇവരെക്കാളും കൂടുതൽ പണക്കാരായിട്ട് ഈ ഭൂമിയിൽ വേറെ ആരുമില്ലേ? ഇവര് മാത്രമാണോ കോടീശ്വരന്മാര്? അന്ന് അവരുടെ വീട്ടിൽ നടന്ന മഞ്ഞൾ നീരട്ട് ഫംഗ്ഷന് നമ്മൾ പോയി. അവരുടെ വീട്, ആ ആംബിയൻസ്, ആ റിച്ച്നെസ്, അതെല്ലാം എനിക്കിഷ്ടമായി. യെസ്, ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് അതുപോലെയൊക്കെ ആയിത്തീർന്ന നന്നായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതല്ലാതെ ആ വീട്ടിലേക്ക് തന്നെ എനിക്ക് പോകണം, എനിക്ക് അവിടുത്തെ മരുമകൾ തന്നെ ആവണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പറയടി, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്നാ നീ എന്താ ചെയ്തേ? നീ ആനന്ദഭൈരവിയുടെ വീട്ടിലെ മരുമകളായ വളരെ നന്നായിരിക്കും ചേച്ചി, ദർശനാണ് നിനക്ക് കറക്റ്റ് ആയിട്ടുള്ള പയ്യെന്നൊക്കെ എന്നോട് പറഞ്ഞ് എന്റെ മനസ്സില് ഇല്ലാത്ത ആഗ്രഹങ്ങളൊക്കെ നീ ഉണ്ടാക്കിയില്ലേ? അവള് പറഞ്ഞിട്ടുണ്ടാവും ആ ആനന്ദഭൈരവിയുടെ വീട്ടില് നീ മരുമകളായിട്ട് പോയാ നീ സ്വപ്നം കണ്ട ജീവിതം നിനക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങനെ പറഞ്ഞത്. നിന്നെ ആ വീടിന്റെ മരുമകളാക്കണമെന്ന് അവൾ ആഗ്രഹിച്ചത്. നിന്നെ ആ വീട്ടിലെ മരുമകളാക്കാൻ വേണ്ടിയാ അന്ന് നടന്ന ആ ട്രക്കിംഗ് കോമ്പറ്റീഷനില് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് അവളായിട്ട് പോലും അത് നീ ചെയ്തതാണെന്ന് പറഞ്ഞ് ആനന്ദഭൈരവിയുടെ ശ്രദ്ധ മുഴുവൻ നിന്റെ മേലേക്ക് തിരിക്കാൻ ശ്രമിച്ചത്. രാജ്കോട്ടി സിൽക്സിന്റെ സിൽവർ ജൂബിലി ഫംഗ്ഷനില് ഉത്തമ കുലീന മഹിളാരത്നം കോണ്ടസ്റ്റിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് പറഞ്ഞില്ലേ? അത് ആരുടെ കോൺസെപ്റ്റാ? നിന്റെ അനിയത്തിയുടെ അല്ലേ? പക്ഷെ അവൾ എന്താ ചെയ്തേ? ആ കോൺസെപ്റ്റ് നിന്റെയാണെന്ന് പറഞ്ഞ് കൂടെ നിന്ന് നിനക്ക് സമ്മാനം വാങ്ങി തന്നു. ഈ പറഞ്ഞതൊക്കെ നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണോ അതോ നിന്നെ പറ്റിക്കാൻ വേണ്ടി അവൾ ചെയ്തതാണോ? നിങ്ങളൊക്കെ എന്നെ പോലെ ഇവളുടെ വലയിൽ വീണ് കിടക്കണമേ. ആനന്ദഭൈരവിയുടെ ശ്രദ്ധ എന്റെ മേലെ വീഴണമെന്ന് ഇവള് ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പുറകെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവളാണെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവൾ എന്തിനാ ചെയ്തത്? അവര് പറഞ്ഞത് കേട്ടില്ലേ അച്ഛാ? ശരണ്യെ അവരുടെ വീട്ടിലെ മരുമകളായി അവർ തിരഞ്ഞെടുക്കാൻ കാരണം ട്രെക്കിംഗ് കോമ്പറ്റീഷനിൽ ഒരു ജീവൻ രക്ഷിച്ചത് മുതൽ കഴിഞ്ഞ സിൽവർ ജൂബിലി ഫംഗ്ഷൻ വരെ നടന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാന്നല്ലേ പറഞ്ഞേ? എന്റെ മുന്നിൽ നിന്ന് ജയിക്കുന്നവരാവരുത്, പുറകെ നിന്ന് ജയിപ്പിക്കുന്ന ആളാവണം എന്റെ വീട്ടിലെ മരുമകളായി വരേണ്ടതെന്ന് അവരിന്നലെ പറഞ്ഞില്ലേ? അപ്പോ ഓരോരോ സമയത്തും എന്നെ ജയിപ്പിക്കുകയാണെന്ന് എന്നെ വിശ്വസിപ്പിച്ച് അവരുടെ ശ്രദ്ധ മുഴുവൻ ഇവൾക്ക് നേരെ വരാൻ വേണ്ടിയാണ് ഇവൾ ഇതൊക്കെ ചെയ്തേന്ന് നിങ്ങൾക്കിനി മനസ്സിലായില്ലേ? ചേച്ചി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. സത്യമായിട്ടും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല.
ശരിക്കും അവൾക്ക് ആ വീട്ടിലെ മരുമകളാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പിന്നിൽ നിർത്തിയിട്ട് അവള് മുന്നിൽ വന്ന് നിന്നേനെ. അവള് ചെയ്ത കാര്യങ്ങളൊക്കെ അവള് തന്നെ ചെയ്തേന്ന് സമ്മതിച്ചു കൊടുത്തേനെ. അങ്ങനെ ചെയ്യാതെ എല്ലാം നീയാ ചെയ്തേന്ന് പറഞ്ഞ് നിന്നെ മുന്നിൽ നിർത്തുന്ന കാര്യമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് അമ്മ ഇവളുടെ ട്രിക്ക്. അവര് കരുതും ശരണ്യക്ക് അവളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നെന്ന്. എക്സ്ട്രാ മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയാ. ഇവളുടെ കണക്ക് കൂട്ടലുകളൊക്കെ ശരിയായിട്ടുണ്ട്. ഇപ്പോ അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി ഞാൻ പറയുകയാണെങ്കിൽ മതിയാക്ക് ചേച്ചി. നീ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. എന്നാ ഞാൻ സത്യമായിട്ടും നിനക്ക് വേണ്ടിയല്ല ചെയ്തത്. നീ ആ വീട്ടിലെ മരുമകളാവണമെന്ന് വെച്ചാ നീ ആഗ്രഹിച്ച ആ ജീവിതം നിനക്ക് തന്നെ കിട്ടണം. നീ അവിടെ ഹാപ്പി ആയിരിക്കുന്നത് കണ്ട് സന്തോഷിക്കണമെന്ന് ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇതില് എനിക്കൊരു സ്വാർത്ഥ ചിന്തയുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നിന്റെ മനസ്സിലെ ആഗ്രഹം അത് തന്നെയാണോ? എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തതല്ലേ എന്ന് പറയുമ്പോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുന്നതാണ് നിനക്ക് ഇഷ്ടം. പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിന് നിനക്കൊട്ടും താല്പര്യമില്ല എന്ന് പറയാറില്ലേ? നിങ്ങളുടെ വീട്ടിലെ മരുമകളാകാനുള്ള യോഗ്യത എന്നെക്കാളും എന്റെ ചേച്ചിക്കാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞ് ആ ആനന്ദ ഭൈരവിയെ നിനക്ക് കൺവിൻസ് ചെയ്യാറില്ലേ? അനന്യ, എന്താ നിങ്ങൾക്കിതിൽ താല്പര്യമില്ലേ അമ്മേ? ശരണ്യക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും നിന്നെ മരുമകളായിട്ട് എടുക്കാൻ അവർ തയ്യാറാവണ്ടേ? അവർക്കിതിന് സമ്മതമാണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവള് പോയി അവരോട് സംസാരിക്കണ്ടേ? ഈ കല്യാണം കഴിക്കാനായിട്ട് ഇവൾക്ക് താല്പര്യമില്ലാന്ന് ഇവള് തന്നെയല്ലേ പറയണ്ടേ? സോ ഈ കല്യാണ ആലോചന എനിക്ക് ഫിക്സ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇത് ഒഴിവാക്കാനായിട്ട് ഇവൾക്കും താല്പര്യമില്ല. അങ്ങനെയല്ലേ? അല്ല ചേച്ചി, ഞാൻ പറഞ്ഞോളാം. ശരണ്യ. അതെ അമ്മേ. ചെറുപ്പകാലം തൊട്ടേ അനന്യ ചേച്ചി സന്തോഷമായിട്ട് ഇരിക്കുവാണെങ്കിൽ അത് കണ്ട് സന്തോഷിക്കുന്നത് എനിക്കൊരു ശീലമായി. അപ്പോഴായാലും ഇപ്പോഴായാലും എപ്പോഴായാലും എനിക്ക് വേണ്ടതെല്ലാം ചേച്ചിയുടെ സന്തോഷം മാത്രമാണ്. ചേച്ചി സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാം കിട്ടിയതുപോലെ അമ്മേ. എനിക്ക് എന്ത് സൗഭാഗ്യം വന്നാലും അത് ചേച്ചിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സൗഭാഗ്യം ഒരു ശാപമായി മാറും. അതെനിക്കൊരു നരകം പോലെയാവും. അങ്ങനെയാണെങ്കിൽ നീ പോയി പറയോ? ഹാ പറ, നീ പോവോ? നിങ്ങളുടെ ദർശന കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്റെ ചേച്ചി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും ആനന്ദ ഭൈരവിയോട് നീ പോയി പറയോ? അവരുടെ മുന്നിൽ പോയി നിന്ന് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഇത്ര
അങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം എനിക്കില്ല ചേച്ചി. അതുകൊണ്ട് ഞാൻ ദർശനോട് തന്നെ എല്ലാം പോയി പറഞ്ഞോളാം. നിനക്ക് ഇഷ്ടമല്ലാന്ന് പറയുന്നത് മാത്രമല്ല, എന്നെ അവരുടെ വീട്ടിലെ മരുമകളാക്കാൻ വേണ്ടി അവർ കൺവിൻസ് ആവുന്ന പോലെ സംസാരിക്കണം. മനസ്സിലായല്ലോ? സോറി, ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. നീയൊന്നും മനസ്സിൽ വെക്കില്ലല്ലോ അല്ലേ? നീ പൊക്കോ, ഇനി ലേറ്റ് ആവണ്ട. റൂമിൽ വണ്ടിയുടെ കീ ഉണ്ട്, അത് എടുത്തിട്ട് പോയിക്കോളാം.